So my today's vlog is her first flight. Whose first flight? Our long distance cousin. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണെന്നൊക്കെ പറഞ്ഞു. സോ അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ്. Okay. You are so excited. I can see. ഞാൻ റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവുക, ബസ് കയറാൻ വേണ്ടി. ബസ് കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷേ കിട്ടിയാലും സമയത്തിന് എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും എല്ലാം റിസ്ക്. ഞാൻ ആദ്യമായിട്ട് ആ ഭാഗത്തേക്ക് വരുന്നത്. കണ്ടോ ബാംഗ്ലൂരിലിറങ്ങി ബസ്സിന് ടെർമിനലിന് കൊണ്ടുപോയിരിക്കും. താമസിക്കാൻ ചാൻസ് ഇല്ല. മാക്സിമം പെട്ടെന്ന് തന്നെ വരാൻ നോക്കുന്നുണ്ട്. ഇവർ ഒരു മണിയിൽ നിന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കണ്ടുപൊട്ടിയിരിക്കുന്നു. അവിടുന്ന് വേറെ ചാനലിലുള്ള വ്ളോഗ്, ഇവിടുന്ന് വേറെ ചാനലിലുള്ള വ്ളോഗ്. But you can see. അതെ. And meet my cousin. And for 2 days, she's my Valentine. Yes. Meet my Valentine. ഞങ്ങൾ അവസാനം എത്തി. Finally, 2 ദിവസത്തിന് ഈ ലോങ് ഡിസ്റ്റൻസ് കസിൻഷിപ്സ് ഒന്നും അല്ല, ഞങ്ങൾ വെരി നിയർ ഡിസ്റ്റൻസ് കസിൻസ്. അതെ, ഐസ് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിലേക്ക് വരുന്നത്. കെമ്പേഗൗഡയിൽ. അതെ, ഐസ്ലാന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ എയർപോർട്ടിലേക്കൊന്നും വരാറില്ല, പക്ഷെ ഐസ് കാരണം ഇന്ന് വന്നു. So 2 days. Yes. 1 night. 2 days. അപ്പം ടൈം ഒട്ടും കളയണ്ട. അതെ, നമുക്ക് ആദ്യം തന്നെ ഷോപ്പിങ്ങിലേക്ക്. അതെ, ഞങ്ങൾ വന്നുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇഷ്ടം ഒന്നുകൂടെ. പക്ഷെ എല്ലാ മൊമെന്റ്സും നിങ്ങളോടും കൂടെ നമുക്ക് ഷെയർ ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും കാണാനുള്ളതാണല്ലോ ഇനിയും. അതാണ് മെയിൻ റീസൺ കേട്ടോ. അതായത് ഞങ്ങൾക്ക് വീണ്ടും കാണണം. ഇറ്റ്സ് ടോട്ടലി ബിക്കോസ് ഓഫ് മേക്കിംഗ് മെമ്മറീസ്. ഓക്കെ. No, don't pause. How was your first flight? It's pretty good. Okay. I don't feel anything excited in there actually. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നറിയോ, നമ്മള് ഡിപ്പാർച്ചർ ചെയ്യുന്ന സമയത്ത് സ്പീഡ് ചെണ്ടൊരു ഒറ്റ പൊങ്ങ നല്ല രസമായിരുന്നു. അതായത് ഈ നമ്മള് ജെയിൻവീലിലൊക്കെ കയറുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, എക്സാക്ട്ലി. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പോയിട്ട് നേരെ മണ്ടേ ചെന്നിട്ട് ഇങ്ങനെ ആവും. അതും ഭയങ്കര രസമാണ്, നമുക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ടേൺ അറൗണ്ട് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മുടെ എന്താ പറയുക റൺവേയിലേക്ക് വരുന്നത്. സോ അപ്പം നമുക്കതിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ചെരിയും, പിന്നെ ഇങ്ങനെ ചെരിയും. നല്ല രസമായിരുന്നു ആക്ച്വലി. അതെനിക്കിഷ്ടമാണ്. ഇവർ പേടിയൊന്നുമില്ല. ചത്ത് പോയാൽ പോയി. ബി ആൻ അഡ്വെഞ്ചർ. സോ നമ്മൾ എയർപോർട്ടിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്താ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പോകുന്ന വഴിക്ക് എന്താണോ കാണുന്നത് അവിടെ ഇറങ്ങുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പോകുന്നു. ഇങ്ങനെ റൂമിൽ ചെല്ലുന്നവരെ എന്തൊക്കെയുണ്ടോ അത് ചെയ്യുക, അതാണ് പ്ലാൻ അല്ലേ? റൂമിൽ ചെല്ലുന്നവരെ എന്തൊക്കെയുണ്ടോ വഴി കയറി ഇറങ്ങി എല്ലാം കാണുക, എല്ലാം ചെയ്യുക, അതാണ് പ്ലാൻ. മെയിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഷോപ്പിംഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇതുവരെയും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ പോകെ എന്താണോ ഉള്ളത് അത് ചെയ്യും.